ഹായ് ഓൾ, വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. പിക്കിൾസ് പോലെയുള്ള അല്ലെങ്കിൽ ഉണക്കമീൻ, ഡ്രൈഡ് ഫിഷ് പോലെയുള്ള പല ഫുഡ് ഐറ്റംസും ഒരുപാട് കാലം കേടുകൂടാതെ നിലനിൽക്കുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പിന്നിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ഫുഡ് ഐറ്റംസിലും നമുക്കറിയാം മാക്സിമം സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ പറഞ്ഞ സോൾട്ട് ഒരു ഫുഡ് ഐറ്റത്തിനെ കേടുകൂടാതെ നിലനിൽക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചാലോ? ആക്ച്വലി പല ആളുകളുടെയും വിചാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സോൾട്ട് അതിലുള്ള എല്ലാ മൈക്രോബ്സിനെയും കില്ല് ചെയ്തുകൊണ്ട് അത് ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് അങ്ങനെയല്ല കേട്ടോ ശരിയായിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു ഫുഡ് എപ്പോഴാണ് കേടുവരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള മൈക്രോബ്സ്, ഒന്നുകിൽ ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയാസ് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് അത് യൂസ് ചെയ്യുകയും അതിൻ്റെ എക്സ്ക്രീഷൻ പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു ഫുഡിന് ഫൗൾ സ്മെല്ലും മേ ബി നമുക്കുടെ ഹെൽത്തിന് പ്രോബ്ലം ആയിട്ടുള്ള രൂപത്തിലേക്ക് ആ ഫുഡ് ഐറ്റം കേടുവരികയും ചെയ്യുന്നത്. അവിടെ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സ് ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് റാൻസിഡിഫിക്കേഷൻ നടന്നിട്ടും ഒരു ഫുഡ് ഐറ്റം എന്ത് ചെയ്യും, കേടുവരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ പറഞ്ഞ സോൾട്ട് ഒരു ഫുഡിലേക്ക് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ പറഞ്ഞ ബാക്ടീരിയലിൻ്റെ ഗ്രോത്ത് അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ആക്ച്വലി നമുക്കറിയാം ഈ മൈക്രോബ്സ് അവിടെ ഒരു സോൾട്ട് സൊല്യൂഷൻ്റെ സറൗണ്ടിങ്സിലായിരിക്കും ഉണ്ടാവുക. ഈ പറഞ്ഞ സോൾട്ട് സൊല്യൂഷന് പ്രത്യേകതയുണ്ട്. അത് ആ സബ്സ്റ്റൻസിനകത്തുള്ള വാട്ടറിനെ പുൾ ഔട്ട് ചെയ്യുകയും അങ്ങനെ ബാക്ടീരിയക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചുകൊണ്ട് അഥവാ വെള്ളമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും അതിൻ്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കില്ലിംഗ് അല്ല നടക്കുന്നത്, നേരെ മറിച്ച് ബാക്ടീരിയാസിൻ്റെ അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതോടുകൂടിയിട്ട് പിന്നെ ആ ഫുഡ് കേടുവരാതിരിക്കാനുള്ള സാധ്യത എന്ത് ചെയ്യാണ്, അതോടുകൂടി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി ഇത് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ഒരു കുക്കുംബർ എടുക്കുക. ഓക്കെ, കുക്കുംബർ വേണമെങ്കിൽ ഒരു 2 സ്ലൈസ് എടുത്തിട്ട് അതിൽ ഒരു സ്ലൈസിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ സോൾട്ട് ആഡ് ചെയ്യുക. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും. ബട്ട് ആ സോൾട്ട് ആഡ് ചെയ്ത കുക്കുംബർ ഒരു 10 മിനിറ്റ് നമ്മൾ വെറുതെ ലീവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എവിടെ നിന്നാണ് ഈ വാട്ടർ വന്നത്? ഓക്കെ, അവിടെ ആക്ച്വലി ഈ പറഞ്ഞ സോൾട്ട് എന്ത് ചെയ്യുന്നു, കുക്കുംബറിനകത്തുള്ള സെൽസിൽ നിന്നും വാട്ടറിനെ പുൾ ഔട്ട് ചെയ്യുകയാണ്, പുറത്തേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രൂപത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് അവിടെ മൈക്രോബ്സ് ഒരു ഫുഡ് ഐറ്റത്തിനകത്ത് വളരാതിരിക്കുകയും അങ്ങനെ ഫുഡിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഉണ്ടാവുന്നത്. നമുക്കറിയാം ഡ്രൈഡ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്, ഡ്രൈഡ് മീറ്റ്സുകളുണ്ട്, പിക്കിൾസ് ഒക്കെ നമുക്കറിയാം. പിക്കിളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സോൾട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മുടെ വാളൻ പുളി അല്ലെ, പുളിയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതുപോലെ സോൾട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ കിച്ചൺസ് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയും ഒരു സംഗതിയുണ്ട്. ഇനി അച്ചാർ കഴിക്കുമ്പോൾ, പിക്കിൾ കഴിക്കുമ്പോൾ ആലോചിക്കുക, ഇതിൻ്റെ പിന്നിലും ഒരു അടിപൊളിയായിട്ടുള്ള കെമിസ്ട്രി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ രൂപത്തിൽ കെമിസ്ട്രിയെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. എക്സാൻഡ് വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് പോലെയുള്ള കോഴ്സിലൊക്കെ വളരെ രസകരമായ രൂപത്തിൽ അതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്സ് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. മറ്റൊരു രസകരമായിട്ടുള്ള സയൻസ് ഫാക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.